വീടിന്റെ അടുത്തുള്ളവര് മാത്രം വാങ്ങിച്ചിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞ ഇത് ഞാനൊരു കിട്ടുന്ന സാധനം അമ്മച്ചിക്ക് തരാം, നമ്മുടെ ഫാൻസിന്റെ പവർ എന്താന്ന് അമ്മച്ചിനെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നൊരു വീഡിയോ ഒന്നും ഇടാന്ന് വിചാരിച്ചു. പറഞ്ഞോ എന്തെങ്കിലും പൈസയും കൂടി പറഞ്ഞെടുത്തോ, അവര് ചോദിക്കണ്ടല്ലോ. സാമ്പാർ പൊടി ഞാൻ ചെയ്യണത് 60 രൂപ 100 ഗ്രാം, റാഗി പൗഡർ 1 കിലോ 100 രൂപ. പിന്നെ വേപ്പില കെട്ടി അത് ഇപ്പൊ ഇല്ലാന്ന് വെച്ചാൽ ഞങ്ങളുടെ തോട്ടത്തിൽ വേപ്പിലൊക്കെ സീസൺ കഴിഞ്ഞില്ല. എന്റെ നമ്മുടെ വീട്ടിലെ സ്വന്തം വേപ്പില അല്ലാണ്ട് വിഷമുള്ള വേപ്പില ചെയ്യാറില്ല. ഓക്കെ. പിന്നെന്താ ഞാൻ എല്ലാത്തിനും ഞാൻ ഫുഡ് ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അല്ലാണ്ട് വെറുതെ നമ്മൾ ചെയ്യണല്ല എന്ന് വെച്ചാൽ നമ്മള് ഫുഡല്ലേ, എന്തെങ്കിലും ആർക്കെങ്കിലും ട്രബിൾ വന്നതിന്റെ ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഒന്നും കൂടി വിപുലീകരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ ഇവൻ ഇങ്ങനെ രീതി പറഞ്ഞു, അപ്പൊ ഞാൻ ആയിക്കോട്ടെ വിചാരിച്ചു. അപ്പോ നമ്മള് അമ്മച്ചിയുടെ നമ്പറാട്ടെ കൊടുക്കണം, അമ്മച്ചിയുടെ ഫോൺ നമ്പറാ ഞാൻ കൊടുക്കണത്, ആരും വെറുതെ വിളിച്ച് ശല്യപ്പെടുത്താൻ വേണ്ടി. ഹലോ എല്ലാവരും നമസ്കാരം, ഹായ്. അപ്പോ ഞാനിപ്പോ ഇന്ന് വന്നതേ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ബിസിനസ് ഉണ്ട്. ഒരു 2-3 വർഷമായി പുള്ളിക്കാരി ചെയ്യണത്. അപ്പൊ ആളുടെ ബിസിനസ് ഒന്ന് വിപുലീകരിക്കാൻ വേണ്ടി ഒരു പ്രൊമോഷന് വേണ്ടി ഇറങ്ങിയതാ. ആളെ കാണിച്ചു തരാം. എല്ലാവരോടും നമസ്കാരം, ഹായ്. അപ്പൊ അമ്മച്ചി ഒരു സാമ്പാർ പൊടിയും പിന്നെ എന്തൊക്കെയാണ് അമ്മച്ചി തന്നെ പറഞ്ഞോ? സാമ്പാർ പൊടി, റാഗി പൗഡർ, പിന്നെ ആവശ്യം എന്താന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ വേപ്പില കെട്ടി ഉണ്ടാക്കാറുണ്ട്. സോഫ്റ്റ് പുട്ടുപൊടി, അതെല്ലാം എന്റെ ഹോം മെയ്ഡ് ആണ്, ഒരു മായോ ഇല്ല. എല്ലാം നല്ല നീറ്റായിട്ട് കഴിയും. അതായത് ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ടും കൂടിയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, അല്ലാണ്ട് ഒരു ബിസിനസ് മൈൻഡ് മാത്രമല്ല. അപ്പോ ഞങ്ങള് എല്ലാവർക്കും അപ്പൊ നമ്മൾ അതിൻ്റെതായ രീതിക്ക് എല്ലാം കഴുകി ഉണക്കി വേണ്ട പോലെ ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ഒരു ബിസിനസ് മൈൻഡ് മാത്രമേ ഞാൻ ആദ്യം പറഞ്ഞില്ലേ. വീട്ടുകാരും ഇവിടുത്തെ